Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. വഴിക്കടവ് ആനമറയിൽ കാട്ടാന വീടിന്റെ ചുമര് തകർത്തു. അരിയും പലവ്യഞ്ജനങ്ങളും നശിപ്പിച്ചു. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മറക്കാനാവാത്ത അനുഭവം നേരിടേണ്ടി വന്നത്. ആനമറയിൽ പുഞ്ചക്കൊല്ലി കുമാരദാസൻ, നെയ്വാതുക്കൽ കുഞ്ഞാൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് കുട്ടിയോടൊപ്പം എത്തിയ ആന പരാക്രമം കാണിച്ചത്. പുലർച്ചെ 1 മണിയോടെ എത്തിയ ആനയെ നാട്ടുകാർ ആട്ടിയകറ്റിയിരുന്നു. പിന്നീട് 4 മണിയോടെ വീണ്ടും എത്തിയാണ് ആന ആക്രമണം നടത്തിയത്. കുമാരദാസന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമര് തകർത്ത് അകത്തുകിടന്ന ആന വീട്ടിലുണ്ടായിരുന്ന അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളും നശിപ്പിച്ചതായി ഇയാൾ പറയുന്നു. കുമാരദാസനും മകളും കുട്ടിയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീടിന്റെ ചുമര് തകർക്കുന്ന ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അവർ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീമാകാരനായ ഒരു കാട്ടാനയെയാണ്. ചുമര് പൊളിച്ച് തുമ്പിക്കൈ അകത്തേക്കിട്ട ആന അടുക്കളയിലുണ്ടായിരുന്ന അരിയും മറ്റ് സാധനങ്ങളും വലിച്ചുവാരി തിന്നുകയായിരുന്നു. ആന വീട് തകർക്കുന്ന സമയം ഭയപ്പാടോടെയാണ് കുടുംബം കഴിഞ്ഞുകൂടിയത്. വാതിൽ തുറന്നപ്പോൾ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത് അവരുടെ ഭീതി വർദ്ധിപ്പിച്ചു. ഒടുവിൽ അതിസാഹസികമായി ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ വീടിലെ പലചരക്ക് സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. തൊട്ടടുത്ത നെയ്വാതുക്കൽ കുഞ്ഞാന്റെ വീടിന്റെ അടുക്കള ഭാഗവും തൊഴുത്തും കാട്ടാന തകർത്തു. അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇഷ്ടിക ചുമർ വീണ് പശുവിന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പുളിക്കലകത്ത് ജമീലയുടെ തെങ്ങിൻ തൈകളും വാഴകളും വ്യാപകമായി നശിപ്പിച്ച ശേഷം രാവിലെയാണ് കുട്ടിയുമൊത്ത് കാട്ടാന കാടുകയറിയത്. വഴിക്കടവ് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഈ സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. ഈസ്റ്റ് ലൈഫ് എടക്കര.